വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അതേപോലെ തന്നെ അതിനേറെ ഭംഗിയാണ് അവിടേക്കുള്ള യാത്ര ചെയ്യുമ്പോഴുള്ള അവിടുത്തെ ഭൂപ്രകൃതി. പ്രത്യേകിച്ച് പാടവും മലനിരകളും ചെറിയ റോഡുകളും നല്ല നല്ല ഗ്രാമങ്ങളും എല്ലാം നമ്മൾ പാസ് ചെയ്തിട്ട് വേണം നമ്മുടെ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മിക്കൊരു കേരളക്കാരന് മനസ്സിലാവും ഈ പാടവരമ്പും ഈ മലനിരകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഏത് ജില്ലയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. അതെ, നമ്മൾ പാലക്കാട് ജില്ലയിലെ ഒരു വില്ലേജ്, ഒരു ഗ്രാമത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് എന്തായാലും ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഷോട്ട് ഒന്ന് കട്ട് ചെയ്യാമെന്ന്. പക്ഷേ നമുക്ക് അവിടേക്ക് എത്തുമ്പോൾ ആ ഒരു ഭംഗി, അവിടത്തേക്കാട്ടിലും ഭംഗി ആ യാത്ര ചെയ്യുന്ന റോഡിനാണ്. റോഡും അപ്പുറത്ത് ഫോറസ്റ്റും, അങ്ങനെ അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തയധികം ഭംഗി. കാരണം എനിക്ക് ക്യാമറയിലൂടെ എത്രത്തോളം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ ഇന്നാലും നിങ്ങളൊന്ന് കാണണം, അത്രയ്ക്ക് ഭംഗിയാണ് അവിടുത്തെ റോഡും ഗ്രാമങ്ങളും എല്ലാം. അപ്പം നമ്മൾ നിർത്തിയിട്ടുള്ളത് പല്ലശ്ശനയാണ്. പല്ലശ്ശന വാമല അയ്യപ്പ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര അവിടേക്കാണ്. ഇതിന് തൊട്ട് താഴെ എത്തി. അതായത് വാമല എന്ന് പറഞ്ഞ് 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് മുരുകൻ്റെ അമ്പലം, ഒന്ന് അയ്യപ്പൻ്റെ അമ്പലമാണ്. അപ്പോൾ ശരിക്കും മാറിപ്പോരുത്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള അയ്യപ്പൻ്റെ അമ്പലത്തേക്കാണ്. കുറച്ച് മലയൊക്കെ കയറി ഒരു ട്രക്കിംഗ് ഫീലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടേക്ക് യാത്ര ചെയ്യാം. തൊട്ട് താഴെ ഞാൻ എത്തിയിട്ടോ. രാവിലെ ടൈമാണ്, ഒരു 7 മണിയാണ് ഇപ്പോൾ. അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളിത് ഈ റോഡിലൂടെയാണ് നമ്മൾ വന്നത്. വണ്ടി നമ്മൾ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം അത് നമ്മളിത് ഈ മലയുടെ മുകളിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ അവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം കുറവുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു, ഒരു കാലിയ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് പതുക്കെ മലയുടെ മുകളിലേക്ക് കയറാം. അവിടെയാണ് നമ്മുടെ വാമല അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാ കുറച്ച് വണ്ടികളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ. ഇനി ഫുള്ള് കാടാട്ടോ. കാടെന്ന് പറഞ്ഞാൽ വലിയൊരു കാട് തന്നെയാണ്. അധികം ആരും പോകാത്ത പോലെ നമുക്ക് തോന്നുന്ന റോഡല്ല, ഒരു വഴി, ചെറിയൊരു ഇടവഴി. ഇതിലൂടെ നമുക്ക് കയറിയിട്ട് വേണം മുകളിൽ എത്താൻ വേണ്ടിയിട്ട്. ഒരു ട്രക്കിംഗ് ഫീലല്ല, ട്രക്കിംഗ് തന്നെയാണ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുക. വഴിയൊന്നുമില്ല കേട്ടോ. ഈ അമ്പലത്തേക്ക് പോകണമെങ്കിൽ ഈ വഴി തന്നെ കാണണേ. ബാക്കിൽ കാണുന്നില്ല, ഈ വഴി കൂടെ തന്നെ പോകണം. വേറൊരു വഴി നമുക്ക് കിട്ടാനില്ല. അപ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു 2 വണ്ടി താഴെ ഉണ്ട്. കുറച്ച് ആളുകളൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി മുകളിൽ കയറിയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഡെയിലി ഉള്ള ഒരു പൂജ അവിടെ ഇല്ല. ആഴ്ചയിൽ ഒരു തവണ മറ്റേ പൂജയുള്ളൂ. ആ കോവിഡിന് ശേഷമാണ് ആഴ്ചയിൽ ഒരു തവണ പൂജയാക്കിയത്. നമുക്കിനി ഇവിടുത്തെ വഴികളുടെ ഭംഗിയൊക്കെ കാണാം. ഇതാണ് ഇവിടുത്തെ വഴി കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇത് ഓഡിയോ പിന്നെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഈ വർത്തമാനത്തിൽ കിതപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തത്. ഇതേപോലെയുള്ള മലകളാണ്. അതിനിടയിലൂടെ നമ്മൾ വഴി കണ്ടുപിടിക്കണം. അത് നമ്മുടെ കഴിവാട്ടോ. കുറേ പേര് പോയാൽ അതേപോലെ തന്നെ നമുക്ക് സൈഡിലായിട്ട് ചെറിയ വഴി കാണാൻ പറ്റും. നമ്മൾ പതുക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് കയറിപ്പോകണം. കാരണം ഒരു പ്രോബ്ലം കൂടി ഉണ്ട് ഇവിടെ. പാമ്പുകളുടെ ഒരു ശല്യം ഉണ്ടാവാറുണ്ട്. കാരണം ഒരു തവണ ഞാൻ അവിടെ വന്നതാണ്. അപ്പോൾ കല്ലിൻ്റെ ഇടയിൽ പാമ്പിനെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് വേണം നമ്മൾ വെക്കാൻ, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും പതുക്കെയാണ് കയറുന്നത്. കാരണം ഓടിക്കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളുടെ കയ്യിൽ ബാഗും ലഗേജും ഹെൽമറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെയാണ് ഞങ്ങൾ കയറുന്നത്. നല്ല അടിപൊളിയായൊരു മല തന്നെ കേട്ടോ. ഈ കാണുന്ന മലയുടെ ഏറ്റവും മുകളിലാണ് കയറേണ്ടത് എന്ന് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അയ്യപ്പന്മാരും മലയുടെ മുകളിൽ തോന്നുന്നു. കാരണം നമുക്കറിയാം ശബരിമല അതും മലയ്ക്ക് മുകളിൽ തന്നെയാണ്. ഇത് കണ്ടോ, ഫുള്ള് പാറക്കെട്ടോ, മൊത്തം കാടും. അതിനും പറ്റിയാൽ തന്നെ ഒന്നും അറിയ പോലുമില്ല. ഇപ്പം തന്നെ കഥച്ചിട്ടോ. ഇതിലൂടെ കയറുമ്പോൾ എനിക്ക് ഈ വഴിയിലൂടെ പോകുമ്പോൾ തന്നെ ഒരു ഫീല് വരുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, കല്ലും മുള്ളും കാലിനും എത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ അതേ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുക. കാരണം കറക്റ്റ് അതേപോലെ തന്നെ. പിന്നെ പാലക്കാടിൻ്റെ തനതായ നമ്മുടെ കരിമ്പന, അതിവിടെ കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് ഭയങ്കര ഒരു വ്യത്യസ്തമായൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം പോകാൻ പറ്റിയ അടിപൊളി സ്ഥലം കൂടിയാണ്. പിന്നെ കൂടാതെ തന്നെ ഇപ്പം ഞാനൊരു കേരളക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഇവിടെ ഉണ്ടെന്ന് ആദ്യം അറിഞ്ഞിരുന്നില്ല. പക്ഷേ എത്തിയപ്പോൾ അടിപൊളിയായിരുന്നു. കാരണം ഒരിക്കലും നമുക്കൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു നഷ്ടം ഉണ്ടാവില്ല. പിന്നെ കൊളസ്ട്രോളും ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് 2-3 വട്ടം കയറി ഇറങ്ങിയ കൊളസ്ട്രോളൊക്കെ അടിപൊളിയാവും, മിനിമമായി മാറിക്കിട്ടും കേട്ടോ.
അപ്പോൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ഇപ്പോഴും പറയുന്നു, കിതപ്പ് നന്നായിട്ടുണ്ട്. ഞങ്ങൾ 2 പേരാണ് പോയത്, 2 പേർക്ക് നല്ല കിതപ്പുണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് നടന്ന് മലയുടെ അടുത്തേക്ക് എത്താം. മുകളിൽ നമ്മളെ കാത്തൊരു ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മലയുടെ ചോട്ടിലെത്തിയിട്ടോ, അമ്പലം സ്ഥിതി ചെയ്യുന്ന മലയുടെ ചോട്ടിൽ. ഇപ്പോൾ ഇവിടെ ചെറിയൊരു പടിയൊക്കെ ഉണ്ട്. നമ്മുടെ മലയുടെ മുകളിൽ വെട്ടി ഉണ്ടാക്കിയ പടികളൊക്കെ ഉണ്ട്. അതിൽ കൂടെ ചവിട്ടിയിട്ട് വേണം കയറാൻ. നല്ല പാറക്കല്ലാണ്. ഇതാണ്ട, ഇതാണ് സ്റ്റെപ്പ്. ഇത് ചവിട്ടിയിട്ട് വേണം കയറാൻ. ഇവിടെ ഒരു ഗുഹ പോലെ കുറച്ച് സംഭവമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ വീണ്ടും പടിയുണ്ട്. ഓരോ മല കയറുമ്പോഴും അന്യായ വ്യൂ പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് റെസ്റ്റ് എടുക്കാനും പറ്റിയ സമയം തന്നെയാണ് ഇത്. കാരണം ഓരോ മല കയറുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിന്നിട്ട് അവിടുത്തെ ആ ഭൂപ്രകൃതിയുടെ ഭംഗിയൊന്ന് ഞങ്ങളൊന്ന് ഫീൽ ചെയ്യാറുണ്ട്. ഇനിയും നമുക്ക് മുകളിലോട്ട് കയറാൻ കേട്ടോ. അടുത്ത പടിയാണിത്. ഇവിടെ ചെറുതായിട്ടൊരു കയറൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ കയറ് പിടിച്ച് വലിച്ച് കയറുന്നത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നിയത്. അഥവാ ചിലപ്പോൾ നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ട് അതേപറ്റി പൊട്ടി വീണ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ താഴെ വണ്ടിയുടെ അടുത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. എന്തായാലും കയറി ഞങ്ങൾ. കയറുമ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ മല കയറുമ്പോഴും അവിടുത്തെ വ്യൂ അത് മാറിക്കൊണ്ടിരിക്കുക. അതൊരു അത്ഭുതമായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് രസമാണ്. കാരണം പ്രകൃതിയാണല്ലോ ഏറ്റവും വലിയൊരു അത്ഭുതം. അപ്പോൾ അതാ ഇനി നമ്മൾ അടുത്ത വഴി കൂടെ പോകണം കേട്ടോ. ഇവിടെ നമുക്ക് കറക്റ്റായിട്ടൊരു റൂട്ട് മാപ്പൊന്നുമില്ല. ആളുകൾ പോയ വഴി നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിലൂടെ കയറിപ്പോണം. ഈ മലയും കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്താറായി. പിന്നെ നമുക്ക് അധികമായിട്ടൊരു മലകയറ്റം പിന്നെ ഇല്ല. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. അന്യായ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എല്ലാത്തിനും പറ്റിയ വ്യൂ. കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ വീഡിയോ എടുത്താലും നമുക്ക് വീഡിയോ എടുത്തെടുത്ത് മതി വരില്ല. ഒരു സൺസെറ്റും കൂടി, സൺസെറ്റല്ല, സൺറൈസാണ്. ഞങ്ങൾ രാവിലെയാണ് പോയത്. ഒരു സൺറൈസും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ നേരെ മുകളിൽ പോയി നിന്നു. അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് ചെയ്തു. അപ്പോൾ ഞാനും പിന്നെ അതിന് മുകളിൽ കയറിയിട്ട് അവിടുത്തെ ആ വ്യൂ ഒന്ന് ക്യാമറയിൽ പകർത്തി. എത്രയോ ടോപ്പിൽ അപ്പം നമ്മൾ നിൽക്കുന്നു കേട്ടോ. പക്ഷേ ക്ഷേത്രം ഇതിനും വലിയ ടോപ്പിലാണ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ജസ്റ്റ് ഇപ്പോൾ പാസ്സായി. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് ചെറിയൊരു വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. മലയുടെ ഇടയിലുള്ള വെള്ളക്കെട്ട്. ഒരാളവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളെക്കാട്ടിലും മുന്നേ രാവിലെ എത്തിയ ആൾക്കാരാണ്. ഈ സൺറൈസും ഈ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി ഞാൻ പറയാനുണ്ടല്ലോ, അടിപൊളിയായിരിക്കും. ഈ സൂര്യോദയ ടൈമിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ അറിയുന്നവനാണെങ്കിൽ അന്യായ ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ് രാവിലെ നേരം. ഉച്ചയ്ക്കൊന്നും വരണ്ട. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പോകും. അത്രയ്ക്ക് ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ പതുക്കെ മുകളിലോട്ട് കയറുകയാണ്. ഇതാണ് നമ്മുടെ വാമന ക്ഷേത്രത്തിൻ്റെ ഒരു ദൂരെയുള്ളൊരു വ്യൂ. എന്ത് രസമാണ് നോക്കൂ. തൊട്ടപ്പുറത്ത് മഞ്ഞ്, അതിനവിടെ ചെറിയൊരു ക്ഷേത്രം കണ്ടില്ലേ, ഭയങ്കര ഭംഗിയാണ്. തൊട്ട് പിന്നാലെ സൂര്യൻ ഉദിച്ചുദിച്ച് വരുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ ക്ഷേത്രത്തിനടുത്തേക്ക് നടക്കാം. നടക്കുന്ന വഴികളൊക്കെ നിങ്ങൾ നോക്കി വെച്ചോട്ടോ. ഒന്നും സുഖമല്ല. ഞങ്ങൾ 2 പേരും ചെരുപ്പിട്ടിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. മഴക്കാലത്തൊന്നും നോക്കണ്ട, വഴിക്ക് വീഴും. കാരണം സ്ലിപ്പർ പോലെ ചെരുപ്പടാണ് ഇട്ടിരുന്നത്. കണ്ടോ എന്ത് രസം നോക്കൂ. കാരണം അടുത്തേക്ക് എത്തുന്തോറും നമുക്കൊരു ആകാംക്ഷയും അത്ഭുതവും, എന്താ പറയുക, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തീരാത്ത വാക്കിൽ അത്രയ്ക്ക് ഭയങ്കര സംഭവമാണ്. അടുത്തെത്തുന്തോറും നമ്മൾ ഞെട്ടി പോവാണ്. ഇതാണ് നമ്മുടെ ക്ഷേത്രം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് ചെറിയൊരു വീഡിയോ എടുക്കുകയാണ്. തൊട്ട് ബാക്കിൽ കാണുന്ന കേട്ടോ നമ്മുടെ വാമല അയ്യപ്പ ടെമ്പിൾ.
കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമാണ്. നമുക്കൊന്ന് അടുത്തേക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാതെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. കാരണം എന്താ പറയുക, എന്താ ഒന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കും ഇതാണ്. അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ അവിടെ എത്തി. ഈ സൂര്യോദയ ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് പ്രത്യേക ഒരു ഭംഗിയാണ്. അത് നിങ്ങൾക്കിങ്ങനെ വഴിയെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. അത്രയ്ക്ക് രസമാണ് കാണാൻ. സൂര്യൻ ഇവിടെ ഉദിക്കുക, തൊട്ടിപ്പുറത്തായിട്ട് വാമല അയ്യപ്പ ക്ഷേത്രവും. എന്താ ഒരു ഫീൽ എന്നറിയാം, അത് പറഞ്ഞാൽ തീരില്ല. അതവിടെ വന്ന് തന്നെ കാണണം. ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തു, കാരണം ഓരോ സൈഡിൽ നിന്നും ഓരോ ഭംഗിയാണ്. അപ്പോൾ ഞാൻ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും പല തരത്തിലുള്ള വീഡിയോസ് എടുത്തുകൊണ്ടേയിരുന്നു. ഇതാണ് നമ്മുടെ വാമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുള്ള ഒരു കാഴ്ച. കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ രാവിലെ തന്നെ ഇങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി വന്നിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മളെപ്പോലെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വന്നവരായിരിക്കാം. ഇതാണ് നമ്മുടെ ഈ തൊട്ട് ഫ്രണ്ടിൽ മൊത്തം പല്ലശ്ശന ഗ്രാമമാണ് കാണുന്നത് മൊത്തം. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പിറകു വശം. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. കാരണം ഈ രാവിലെ സമയമായതുകൊണ്ട് തന്നെ തണുത്ത കാറ്റ് നന്നായി നമുക്കൊരു എനർജി വീണ്ടും കൂട്ടും. കാരണം ഇതുവരെ ഈ കയറ്റം കയറി വന്ന എനിക്ക് തന്നെ അവിടെ എത്തിയപ്പോൾ ഒരു സമാധാനമായി. എന്താ രസം നോക്കും, മഞ്ഞുകളുണ്ട്, മഞ്ഞ് പാളികൾ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ. ഇതൊക്കെ നമ്മൾ അവിടെ എത്തി നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെയാണ്. അത് എത്ര വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും അത് കിട്ടില്ല. ഞാൻ ഇവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മതി വരില്ല നമുക്ക് എത്ര എടുത്താലും. വാമല അയ്യപ്പ ടെമ്പിൾ നമ്മൾ കണ്ടു. കറക്റ്റ് ടൈമിലെത്തിയത് നല്ലൊരു സൂര്യോദയമൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വല്ല തെറ്റുകുറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ.